ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയും ആഷിതയും കൂടി നിങ്ങൾ സംസാരിക്കുകയാണ്. ചേച്ചി എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയതാണ്. മഹേഷിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ മഹേഷിനെ ചുമ്മാ തെറ്റിദ്ധരിച്ച ആ സമയത്താണ് ചേച്ചി വന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളും ചോദിച്ചത്. അത് പിന്നെ മോളെ ഇഷിത, നിന്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം ശരിക്കും വന്നു. അതുകൊണ്ടാ ചോദിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് പരക്കമാഞ്ഞ് വന്നത്. പക്ഷേ ഇപ്പൊ വല്ലാത്തൊരു പ്രശ്നമായില്ലേ ചേച്ചി. ഇപ്പൊ ചേച്ചിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞെന്ന് മഹേഷിന് മനസ്സിലായി. അതുകൊണ്ടാ മഹേഷ് ഓരോരോ കാര്യങ്ങളും ചേച്ചിയോട് ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും സോൾവ് ആയല്ലോ. ഞാൻ ഏതായാലും മഹേഷിനോട് പോയി സോറി പറയാം, നീ ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട വേണ്ട, മഹേഷിനോട് ഇപ്പൊ സോറി ഒന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. അത് വീണ്ടും വഷളാകുകയേ ഉള്ളൂ. സോറി ഒന്നും പറയണ്ട, ചേച്ചി പറഞ്ഞിടത്തോളം മതി. ഇനി ഞങ്ങൾ ഇതിൽ വേറൊരു പ്രശ്നവുമില്ല. രചനയെ എന്തിനാണ് കൂടുതൽ അടുപ്പിച്ചതെന്ന് ഇപ്പൊ ഇതൊക്കെ സത്യാവസ്ഥ മനസ്സിലായല്ലോ. അത്രയും മതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിതയും മാഷിതയും കൂടി നേരെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മാഷ ഉള്ളത്. അപ്പോൾ മാഷ് രണ്ടുപേരും ഉണ്ടല്ലോ, ഇതെന്താ അല്ല എവിടെ അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും വരുന്നു പ്രിയാമണി. അയ്യോടാ, അമ്മ മോന്തേ വീർപ്പിച്ചിരിക്കുകയാണല്ലോ, ഇതെന്ത് പറ്റി പ്രിയാമണിക്ക് എന്നിങ്ങനെ ആഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൂടുതലേ സോപ്പിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിത നേരെ പ്രിയാമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്തിനാണ് എൻ്റെ അമ്മ, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഉള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണത്? അമ്മയാണ് സത്യം. ഞാനും മഹേഷും ഒന്നാണെന്നേ. ഞങ്ങൾക്ക് വേർപിരിയാനായിട്ട് കഴിയില്ല. ഞങ്ങൾ ഇതുവരെയും അങ്ങനെ അകന്ന് ജീവിച്ചിട്ടുമില്ല. അതമ്മ മനസ്സിലാക്കണം അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ കേട്ടല്ലോ, ഇപ്പൊ ഇഷിത പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ആഷിതയാണെങ്കിൽ അതെ അമ്മേ, അവർ തമ്മിൽ യാതൊരു അകൽച്ചയില്ല, ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണ് കഴിയുന്നത്. ഇനിയെങ്കിലും അവൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ വാശി പിടിച്ച് മിണ്ടാതിരിക്കുന്നത്? ആഷിതേ, നീ മിണ്ടരുത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇവൾ ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പെട്ടെന്നൊരു കുഞ്ഞു വേണം എന്നാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്ന രീതിയിൽ നടക്കുകയും ചെയ്യാം ഞാൻ. അല്ലാതെ എന്നോടൊരു കോംപ്രമൈസിനും വരേണ്ട ആവശ്യമില്ല. ഞാനത് അംഗീകരിക്കത്തുമില്ല. എന്താണ് ഇഷിത, നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണിച്ചു താ നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായി. എങ്കിൽ പിന്നെ ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും പുറത്തൊക്കെ നിൽക്കാം. നീ കാണിച്ചു താ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിക്കുകയാണ്. അപ്പം അമ്മയോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ എന്നോടിനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വരണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അമ്മ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാഷാണെങ്കിൽ അമ്മ പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, ആ ഒരു സങ്കടം കൊണ്ടാണ്. ഏതൊരമ്മയും അങ്ങനെ സംസാരിക്കുമല്ലോ. നിങ്ങളുടെ ഇടയിൽ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഏതായാലും എത്രയും പെട്ടെന്ന് മോളെ ഇഷിതേ, അങ്ങനൊരു സന്തോഷ വാർത്ത നിന്റെ അമ്മയ്ക്ക് നീ എത്തിച്ചു കൊടുക്കണം മോളെ എന്ന് ഇഷിതയോടും പറയാണ്. ഇഷിതയും ആഷിതയും അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മാഷാണെങ്കിൽ നേരെ പ്രിയാമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. പ്രിയാമ്മയുടെ റൂമിലാണെങ്കിൽ മോന്തം പിറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്തിനാ പ്രിയാമ്മണി ഇഷിതയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നോ? അവൾക്ക് എത്ര മാത്രം സങ്കടമായെന്ന് അറിയാവോ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിയാ, ഞാൻ പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും സങ്കടം. അപ്പം എൻ്റെ മനസ്സിലെ സങ്കടവും വികാരങ്ങളൊന്നും നിങ്ങൾ ആരൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാനൊന്നും പറയാനും പാടില്ല അല്ലേ? എനിക്ക് മനസ്സിലൊന്ന് വെച്ച് പുറത്ത് വേറെ കാണിക്കാനായിട്ട് അറിയില്ല. പ്രിയാമണിക്ക് ഈ ഒരൊറ്റ മുഖയേ ഉള്ളു. എന്തെങ്കിലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പറയും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇനി അതൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സംസാരിക്കണ്ടെന്നേ. എനിക്ക് നിങ്ങളിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും എന്നോട് പിണങ്ങിക്കോ. എന്നാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇഷിതയും മഹേഷും ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അവരുടെ ഇടയിൽ കുഞ്ഞിനെ കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെയും കൂടി അനുഗ്രഹമല്ലേ. അവരിടയിൽ അങ്ങനെ ഒരു അകൽച്ചയില്ല പ്രിയാമണി. അതൊക്കെ നിനക്ക് വെറും തോന്നലാണ്. അതെ, എല്ലാം എൻ്റെ വെറും തോന്നല്. എൻ്റെ തോന്നലിന് അങ്ങോട്ട് എന്നെ വിട്ടേക്കുന്നേ. നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണിക്ക് അറിയാൻ തുടങ്ങി. അപ്പോഴേക്കും മാഷാണെങ്കിൽ പ്രിയാമണി നീ ഇങ്ങനെ കരയല്ലേ, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങനെ കൂടുതൽ ഇഷിതയോട് അകൽച്ച കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അകന്നകന്നു പോകും. അവൾക്കിപ്പോൾ വലുത്, ഏറ്റവും കൂടുതൽ വലുത് മഹേഷാണ്. മഹേഷിൻ്റെ ജീവിതത്തിൽ അവൾക്ക് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അല്ലാതെ നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളൊക്കെ
അവർക്ക് ഉണ്ടാകട്ടെ, പക്ഷേ നീ ഇങ്ങനെ കൂടുതലും മോന്തവരി നിന്റെ മകളെ നിനക്ക് നഷ്ടപ്പെടും. പിന്നെ ഈ വീട്ടിലേക്ക് അവൾ വരാതെയാകും. ഇഷിത എന്ന മകളെക്കുറിച്ച് നീ പിന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ മാഷിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രിയാമണി ഇരുന്ന് കരയുകയാണ്. ഇനി മകളെയും കൂടി നഷ്ടപ്പെട്ടാൽ നിനക്കത് സഹിക്കാനായിട്ട് സാധിക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് മാഷ് അങ്ങോട്ട് പോവുകയാണ്. പ്രിയാമണിയാണെങ്കിൽ ഭയങ്കര കരയുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹാദിയും അതേപോലെ തന്നെ മഹേഷും ചിപ്പിയും രചനയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം രചനയാണെങ്കിൽ ഇന്ന് മഹേഷിയെ കുറച്ച് ഫ്രൂട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ നീട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അച്ഛ ഡാഡി മേടിക്ക് ഡാഡി എന്നിങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാം. അപ്പോഴാണ് നമ്മുടെ ഇഷിതയുടെ വരവ്. ഇഷിതയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ രചനയെക്കുറിച്ച് മഹേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ഇതില് എല്ലാം സഹിച്ചങ്ങോട്ട് നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതയെ കഴിഞ്ഞപ്പോഴേക്കും കണ്ണു വെച്ചിങ്ങനെ ആംഗ്യം കാണിക്കാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് രചനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലെ മഹേഷ് എല്ലാം മറന്ന് തൻ്റെ കൂടെ ഇനി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം ഇനി ഇഷിതയെ ഉണ്ടാവില്ല, മഹേഷിൻ്റെ മക്കളുടെ അമ്മയായ എന്നെ തന്നെ മഹേഷ് സ്വീകരിക്കും എന്നാണ് ഈ രചനയുടെ മനസ്സിലിരിപ്പ്. അപ്പോൾ നമ്മുടെ ഈഷിത ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് സംസാരിക്കുകയാണ്. ഹാ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, ആഘോഷിക്കുകയാണല്ലോ. അതെ അല്ലെങ്കിലും ആഘോഷിക്കണമല്ലോ ഈഷിത. എനിക്കിവിടെ ടൈം പാസിനായിട്ട് ഇവരെയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ വന്ന് വാദിക്ക വരെ എത്തി നോക്കും. പിന്നെ സംസാരിക്കാൻ ആരുമില്ല. ആദ്യം പിന്നെ രചനയൊക്കെ വരുമ്പോഴാണ് എനിക്ക് സന്തോഷവും ഒക്കെ കിട്ടുന്നത്, എനിക്ക് ബോറടിയൊക്കെ മാറുന്നത്. അപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ അതേതായാലും കൊള്ളാലോ, ഏതായാലും രചന വന്നതുകൊണ്ട് മഹേഷിന്റെ ബോറടി മാറ്റാനായിട്ട് പറ്റുമല്ലോ. ശരിയാ, അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, മഹേഷിന്റെ ബോറടി മാറ്റാനായിട്ട്. ശരി ബോറടി എന്തോരം വേണമെങ്കിലും മാറ്റിക്കോളൂ. അതെ എനിക്കൊന്ന് ഫ്രഷ് ആകാനുണ്ട്. നിങ്ങൾ സംസാരിക്കേ, ഇഷ്ടം പോലെ സംസാരിച്ചോ, അതിന് യാതൊരു തടസ്സവും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിച്ചോളാനായിട്ട് പറയാണ്. അങ്ങനെ നമ്മുടെ ഇഷിത അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇഷിത പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആദി ചിപ്പി എനിക്ക് മമ്മിയോട് സംസാരിക്കണം, മമ്മിയും ഡാഡിയും കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചിപ്പിയും അതേപോലെ തന്നെ ആദിയും കൂടി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം. രചന ഇവിടെ ഇരുന്ന രചന എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ രചനയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുക. അങ്ങനെ രചന അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതം ആകെ താറുമാറായി പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ആക്സിഡൻറ്റ് വന്നപ്പോൾ പോലും എനിക്കിന്ന് ജീവിതം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. അപ്പോൾ രചനയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം വിട്ടേക്കു മഹേഷേ, ഇനി പുതിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതല്ല, എൻ്റെ ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നാണ് സംശയം. ആരെങ്കിലും ഉണ്ടോന്നോ? അതെന്താ മഹേഷ് അങ്ങനെ പറഞ്ഞത്? അതെ, എൻ്റെ തൊണ്ട വരളുന്നു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാമോ? അതിനെന്താ, ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രചന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മഹേഷിന് കൊടുക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയല്ല ചെയ്തത്. ഇതിന് പിന്നിൽ ആരാണെന്നൊക്കെ അറിയണമല്ലോ. ഇത് ഇഷിതയെ ഉന്നം വെച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. CCTV ക്യാമറ ഒന്ന് പരിശോധിക്കണമെന്നുണ്ട്. അപ്പോൾ രചനയാണെങ്കിൽ അങ്ങനെ പിന്നെ CCTV ക്യാമറ പരിശോധിച്ചൂടെ? ഒന്നും അറിയാത്ത രീതിയിൽ രചന അവിടെ പറയാം. CCTV ക്യാമറ പരിശോധിക്കുകയാണെങ്കിലും ഈ കരുതിക്കൂട്ടി കൊലപാതകം ചെയ്യാൻ വരുന്ന ഒരാൾ ഈ CCTV ക്യാമറയും എല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ രചന ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ എനിക്ക് ഒരാളെ സംശയമുണ്ട്. സംശയമോ? ആരെ സംശയം? അത് ആകാശ് മേനോനെ തന്നെയാണ് എനിക്ക് സംശയം. ആകാശ് മേനോൻ ഇതിൽ കളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം ആകാശ് മേനോൻ്റെ ഏകശത്രുവാണ് ഞാൻ. പക്ഷേ എന്നെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ ഇഷിതയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതെൻ്റെ വലിയൊരു തകർച്ചയാകുമെന്ന് അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പം നമ്മുടെ രചനയാണെങ്കിൽ അതിന് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും പിന്നിൽ ആകാശായിരിക്കും. കാരണം
മഹേഷിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ വൈരാഗ്യത്തോടെ പറയുന്നതൊക്കെ എന്നോട് പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതിന് പിന്നിൽ ആകാശമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെയേറെ വിക്കി ഇങ്ങനെ പറയാം. എന്നിട്ട് അല്ല, ഈ കാര്യം രചനയോട് സംസാരിച്ചിട്ടില്ല. ഇല്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ല, അത് കള്ളം. രചനയോട് എല്ലാ കാര്യങ്ങളും പങ്കിടാറുണ്ടല്ലോ മഹേഷ്. അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പോൾ ഞാൻ മഹേഷിനായിട്ട് അടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് എന്നോട് ഒരു കാര്യങ്ങളും പറയാറില്ല. ഞാൻ മഹേഷിനായിട്ട് അടുക്കാവുന്നൊരു സംശയമാണ് എന്നൊക്കെ പറയാണ്. ഓഹോ, അങ്ങനെയാണല്ലേ എന്നങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.